എല്ലാവർക്കും KTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സിങ്ക്രണസ് ജനറേറ്റർ ആണ്. ഇൻസ്ട്രക്ടർ ഗ്രേഡ് സിലബസിന്റെ അടുത്ത ടോപ്പിക്കാണ് സിങ്ക്രണസ് മെഷീൻ. അതിൽ നമ്മൾ സിലബസ് വൈസ് ആയിട്ട് സിങ്ക്രണസ് ജനറേറ്ററിന്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കേണ്ടത് സിങ്ക്രണസ് ജനറേറ്റർ ഒരു ഡബിളി എക്സൈറ്റഡ് മെഷീനാണ്. സിങ്ക്രണസ് ജനറേറ്റർ ഒരു ഡബിളി എക്സൈറ്റഡ് മെഷീനാണ് സിങ്ക്രണസ് ജനറേറ്റർ. അതിന്റെ രണ്ട് വൈൻഡിങ്സും ഫീൽഡ് വൈൻഡിങ്സും ആർമേച്ചർ വൈൻഡിങ്സും രണ്ടിലും നമ്മൾ സപ്ലൈ കൊടുക്കും. നമ്മൾ നേരത്തെ പഠിച്ച ഇൻഡക്ഷൻ ജനറേറ്ററിലും ഇൻഡക്ഷൻ മോട്ടറിൽ ഒരു സപ്ലൈ മാത്രമാണ് കൊടുക്കുന്നത്. 3 ഫേസ് സപ്ലൈ സ്റ്റേറ്ററിലേക്ക് മാത്രമാണ് കൊടുക്കുന്നത്. പക്ഷേ ഒരു സിങ്ക്രണസ് ജനറേറ്ററിൽ ഫീൽഡ് വൈൻഡിങ്സിനും അതുപോലെ തന്നെ ആർമേച്ചർ വൈൻഡിങ്സിനും നമ്മൾ സപ്ലൈ കൊടുക്കും. അതിൽ ഫീൽഡ് വൈൻഡിങ്സിൽ നമ്മൾ DC എക്സൈറ്റേഷൻ ആണ് കൊടുക്കുക. അതേസമയം ആർമേച്ചറിൽ നമ്മൾ AC സപ്ലൈ. ഇനി സിങ്ക്രണസ് ജനറേറ്റർ എപ്പോഴും റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 120 FPP ആണ് സിങ്ക്രണസ് ജനറേറ്ററിന്റെ സ്പീഡ്. എപ്പോഴും ഒരു കോൺസ്റ്റന്റ് സ്പീഡിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ നേരത്തെ പഠിച്ച ഇൻഡക്ഷൻ മോട്ടറിലായാലും DC മോട്ടറിലായാലും നമ്മുടെ ഫീൽഡ് വൈൻഡിങ്സ് ആയിരുന്നു സ്റ്റേഷനറി. അത് നേരെ തിരിച്ച് ആർമേച്ചർ ആയിരുന്നു റൊട്ടേറ്റിംഗ്. പക്ഷേ ഓൾട്ടർനേറ്റർ അല്ലെങ്കിൽ സിങ്ക്രണസ് ജനറേറ്റർ അല്ലെങ്കിൽ മോട്ടറിന്റെ കേസിലെ നോർമലി ഫീൽഡ് വൈൻഡിങ്സ് ആണ് റൊട്ടേറ്റിംഗ്, എന്നാൽ ആർമേച്ചർ വൈൻഡിങ്സ് സ്റ്റേഷനറി ആണ്. ഇതിന്റെ നേരെ തിരിച്ചു ആവാം, എന്നാൽ നോർമലി നമ്മൾ കാണാം ഫീൽഡ് വൈൻഡിങ്സ് റൊട്ടേറ്റിംഗും ആർമേച്ചർ വൈൻഡിങ്സും സ്റ്റേഷനറിയും ആയിരിക്കും. ഇത് നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിൽ പഠിച്ചതുപോലെ തന്നെ സിങ്ക്രണസ് ജനറേറ്ററിലും 2 ടൈപ്സ് ഓഫ് റോട്ടർ ഉണ്ട്. ഒന്ന് സാലിയൻ പോളും ഒന്ന് നോൺ സാലിയൻ പോളും. നോൺ സാലിയൻ പോളിനെ നമ്മൾ സിലിണ്ടറിക്കൽ റോട്ടർ എന്ന് പറയും. ഇത് തമ്മിലുള്ള ഡിഫറൻസുകൾ നേരിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഡിഫറൻസുകൾ ജസ്റ്റ് നോക്കി പോവാം. അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് സാലിയൻ പോൾ ടൈപ്പിലെ എയർ ഗ്യാപ്പ് നോൺ യൂണിഫോം ആണ്. കാരണം സാലിയൻ പോൾ എന്ന് വെച്ചാൽ ആ പോൾസിന് പ്രൊജക്ഷൻ ഉണ്ടായിരിക്കും. പ്രൊജക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റേറ്ററിനും റോട്ടറിനും തമ്മിലുള്ള എയർ ഗ്യാപ്പ് എപ്പോഴും നോൺ യൂണിഫോം ആയിരിക്കും. നേരെ മറിച്ച് സിലിണ്ടറിക്കൽ റോട്ടറിന്റെ കേസിൽ എയർ ഗ്യാപ്പ് യൂണിഫോം ആയിരിക്കും. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് സാലിയൻ പോൾ ലോ സ്പീഡ് ആപ്ലിക്കേഷൻസിനാണ് യൂസ് ചെയ്യുക. നമ്മുടെ ഹൈഡ്രോ പവർ പ്ലാന്റ്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓൾട്ടർനേറ്റർ സാലിയൻ പോൾ ടൈപ്പ് ആയിരിക്കും. നേരെ മറിച്ച് സിലിണ്ടറിക്കൽ പോൾ അല്ലെങ്കിൽ നോൺ സാലിയൻ പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുക ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻസിനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തെർമൽ പവർ പ്ലാന്റിലൊക്കെ യൂസ് ചെയ്യുന്ന റോട്ടർ എന്ന് പറയുന്നത് നോൺ സാലിയൻ പോൾ ആയിരിക്കും. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സാലിയൻ പോളിൽ മിനി നമ്പർ ഓഫ് പോൾസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, എന്നാൽ നോൺ സാലിയൻ പോളിൽ ലെസ് നമ്പർ ഓഫ് പോൾസ് ആണ് നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അതുപോലെ മെനി നമ്പർ ഓഫ് പോൾസ് ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ ഡയാമീറ്റർ ലാർജ് ആയിരിക്കും, എന്നാൽ ആക്സിയൽ ലെങ്ത് എന്ന് പറയുന്നത് ഭയങ്കര ചെറുതായിരിക്കും. നേരെ മറിച്ച് നോൺ സാലിയൻ പോളിൽ സ്മോൾ ഡയ ആയിരിക്കും. കാരണം നമ്പർ ഓഫ് പോൾസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളത് കുറച്ചായതുകൊണ്ട് തന്നെ അതിന്റെ ഡയ സ്മോൾ ആയിരിക്കും, പക്ഷേ ആക്സിയൽ ലെങ്ത് ലാർജ് ആയിരിക്കും. അടുത്ത കൊടുത്തിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സാലിയൻ പോളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വൈൻഡിംഗ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് വൈൻഡിംഗ് ആണ്, എന്നാൽ നോൺ സാലിയൻ പോൾ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ പോളിൽ നമ്മൾ യൂസ് ചെയ്യുക ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിംഗ് ആയിരിക്കും. അപ്പോൾ ഈ ഡിഫറൻസ് ഓർത്തിരിക്കുക, നേരിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്. ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു കോയിൽ സ്പാൻ ഫാക്ടർ അല്ലെങ്കിൽ ഷോർട്ട് പിച്ച് ഫാക്ടർ എന്ന് പറയും. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുക KC ആയിട്ടാണ്. നമ്മുടെ ഫുൾ പിച്ച് വൈൻഡിങ്ങിന്റെ കേസിൽ എപ്പോഴും ഈ വൈൻഡിങ്സിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്റ്റൻസ് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, പക്ഷേ ചില കേസുകളിൽ നമ്മൾ അത് ഷോർട്ട് പിച്ച് ചെയ്യും. ഷോർട്ട് പിച്ച് ബൈ ആൻ ആംഗിൾ ആൽഫ. ഓക്കെ, അത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഷോർട്ട് പിച്ച് ചെയ്യുന്ന മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹാർമോണിക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോൺഫിഗറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഷോർട്ട് പിച്ച് ചെയ്യുന്നത് നമ്മുടെ ഹാർമോണിക്സ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്ര ആംഗിളിനെയാണ് നമ്മൾ ഷോർട്ട് പിച്ച് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ഷോർട്ട് പിച്ച് ആംഗിൾ ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് പിച്ച് ആംഗിൾ ആൽഫ ആണെങ്കിൽ അതിന്റെ കോയിൽ സ്പാൻ അല്ലെങ്കിൽ ഷോർട്ട് പിച്ച് ഫാക്ടർ KC എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് cos n alpha by 2 ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. കോയിൽ സ്പാൻ ഫാക്ടർ അല്ലെങ്കിൽ ഷോർട്ട് പിച്ച് ഫാക്ടർ എന്ന് പറഞ്ഞാൽ cos n alpha divided by 2 ആണ്. ഇനി നമുക്ക് ഏതെങ്കിലും ഇതിൽ എത്രാമത്തെ nth ഹാർമോണിക്സ് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ എത്രയായിരിക്കണം നമ്മുടെ ഷോർട്ട് പിച്ച് ആംഗിൾ എന്ന് കാണിക്കുന്ന റിലേഷൻഷിപ്പ് ആണ് ആൽഫ ഈക്വൽ ടു 180 ഡിവൈഡ് ബൈ n. ഈ ഒരു എത്രാമത്തെ ഹാർമോണിക്സ് ആണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യുന്നത്. ആ n നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും ഡിഗ്രി നമ്മൾ ആ വൈൻഡിങ്ങിനെ ഷോർട്ട് പിച്ച് ചെയ്യണമെന്നാണ് ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുക. അപ്പോൾ ചിലപ്പോൾ നേരിട്ട് ചിലർക്ക് ചോദിക്കാം ടു റിമൂവ് 6th ഹാർമോണിക് അല്ലെങ്കിൽ ടു റിമൂവ് 5th ഹാർമോണിക്സ് വാട്ട് ഷുഡ് ബി ദി ഷോർട്ട് പിച്ച് ആംഗിൾ എന്നാണ് ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ഈസ് ദി കോയിൽ ഫാക്ടർ ഫോർ എ 5th ഹാർമോണിക്സ് എന്നൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ നേരിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു റിലേഷൻ ആണ് കോയിൽ സ്പാൻ ഫാക്ടർ. KC ഈക്വൽ ടു cos n alpha by 2 ആണ് ഷോർട്ട് പിച്ച് അല്ലെങ്കിൽ കോയിൽ സ്പാൻ ഫാക്ടർ എന്ന് പറയുന്നത്. nth ഹാർമോണിക്സ് റിമൂവ് ചെയ്യാനായിട്ട് എത്ര ആംഗിൾ നമ്മൾ ഷോർട്ട് പിച്ച് ചെയ്യുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആൽഫ ഈക്വൽ ടു 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ n ആണ്. അടുത്ത ഫാക്ടർ ആണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ അല്ലെങ്കിൽ KD എന്ന് പറയുന്നത്. ഇതാണ് അടുത്ത ഫാക്ടർ, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ അല്ലെങ്കിൽ KD. സപ്പോസ് M ഡിനോട്ട് ചെയ്യുന്നത് സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് ആണ്. അതുപോലെ ബീറ്റ എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ പോൾസ് പെർ സ്ലോട്ട്സ് ആണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ KD ഡിഫൈൻ ചെയ്തിരിക്കുന്നത് sin m ബീറ്റ ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ m sin ബീറ്റ ബൈ 2. ഇമ്പോർട്ടന്റ് റിലേഷൻഷിപ്പ് ആണ്. നേരത്തെ പഠിച്ച കോയിൽ സ്പാൻ ഫാക്ടറും അല്ലെങ്കിൽ ഷോർട്ട് പിച്ച് ഫാക്ടറും അതുപോലെ ഈ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിൽ നിന്ന് നേരിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓർത്തിരിക്കാൻ പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ KD ഈസ് ഈക്വൽ ടു sin m ബീറ്റ ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ m sin ബീറ്റ ബൈ 2. ഇതിൽ m എന്ന് പറയുന്നത് സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസും ബീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ഡിവൈഡ് ബൈ പോൾസ് പെർ സ്ലോട്ട്സ് ആണ്.
ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 1 കോൺസെൻട്രേറ്റഡ് 1 ആയിരിക്കും, എപ്പോൾ കോൺസെൻട്രേറ്റഡ് വൈൻഡിംഗ് ആണ്. കോൺസെൻട്രേറ്റഡ് വൈൻഡിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ അത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 1 ആയിരിക്കും. ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്ങിന് KT വാല്യൂ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. ഈ 2 പോയിന്റും ഓർത്തിരിക്കുക. അടുത്തത് EMF ഇക്വേഷൻ ആണ്. സിൻക്രണസ് ജനറേറ്ററിന്റെ EMF ഇക്വേഷൻ ട്രാൻസ്ഫോമറിന്റെ സെയിം ഇക്വേഷൻ ആണ്. എല്ലാ മെഷീൻസിന്റെയും ഏത് മെഷീൻസിന്റെ എടുത്താലും DC ഒഴിച്ച് AC യുടെ എല്ലാ EMF ഇക്വേഷൻ എന്ന് പറയുന്നത് തന്നെയായിരിക്കും. 4.44 Fi N ആയിരുന്നു ട്രാൻസ്ഫോമറിൽ. ഇതിൽ 2 ഫാക്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ KC യും KD എന്ന് പറയുന്ന ഫാക്ടേഴ്സ് ആഡ് ആവുന്നുണ്ട് ഈ ഇക്വേഷനിൽ. ഇതിലെ T ഫേസ് എന്ന് പറഞ്ഞാൽ ടേൺസ് പെർ ഫേസ്, ഒരു ഫേസിൽ എത്ര നമ്പർ ഓഫ് ടേൺസ് എന്നാണ് T ഫേസ് ഉദ്ദേശിക്കുന്നത്. S എന്ന് വെച്ചാൽ സപ്ലൈ ഫ്രീക്വൻസി ആണ്. Phi ഫ്ലക്സ് പെർ പോളും KC എന്ന് പറയുന്നത് കോയിൽ സ്പാൻ ഫാക്ടർ ആണ്. അതിന് നമ്മൾ cos n alpha divided by 2 ആയിട്ടാണ് നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കുക. അടുത്ത KD എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആണ്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് m sin m beta divided by 2 divided by m sin beta by 2. ബീറ്റയും ആൽഫയുടെ വാല്യൂ ഓർത്തിരിക്കണം. ആൽഫ എന്ന് പറഞ്ഞാൽ ഷോർട്ട് പിച്ച് ആംഗിൾ ആണ് ആൽഫ. ബീറ്റ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ സ്ലോട്ട്സ് പെർ പോൾ ആണ് ബീറ്റ. അപ്പോൾ EMF ഇക്വേഷൻ കൊടുത്തിരിക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ആർമേച്ചർ റിയാക്ഷൻ. ആർമേച്ചർ റിയാക്ഷൻ നോക്കാം. ആർമേച്ചർ റിയാക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ DC ജനറേറ്ററിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ആർമേച്ചർ റിയാക്ഷൻ എന്ന് വെച്ചാൽ എഫക്ട് ഓഫ് ആർമേച്ചർ ഫ്ലക്സ് ഓൺ മെയിൻ ഫ്ലക്സ്. ആർമേച്ചറിൽ കൂടി പോകുന്ന കറണ്ട് കൊണ്ടുണ്ടാകുന്ന ഫ്ലക്സ് നമ്മുടെ മെയിൻ ഫീൽഡ് ഫ്ലക്സിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എഫക്ട് ചെയ്യുന്ന ആ ഒരു ഫിനോമിനയാണ് നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയാം. ഓക്കെ, ആ എഫക്ട് കൊണ്ട് ആ റിസൾട്ടൻ ഫ്ലക്സ് നമ്മുടെ മെഷീനിലെ റിസൾട്ടൻ ഫ്ലക്സ് ഒന്നെങ്കിൽ ഡീമാഗ്നറ്റൈസ് ആവാം, അതായത് ഫ്ലക്സിന്റെ വാല്യൂ കുറയാം, ഒന്നെങ്കിൽ ക്രോസ് മാഗ്നറ്റൈസ് ആവാം, അത് ഒരു ഡിസ്റ്റോർഷൻ വരാം റിസൾട്ടൻ ഫ്ലക്സിന്, അല്ലെങ്കിൽ മാഗ്നറ്റൈസ് ആവാം, അതായത് ഫ്ലക്സ് കൂടാം. ഈ 3 എഫക്റ്റുകളാണ് ഒരു ആർമേച്ചർ റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ മെയിൻ ഫ്ലക്സിൽ ഉണ്ടാകും. ഓക്കെ, ഈ സിൻക്രണസ് ജനറേറ്റർ ആണ് ദ ഓൺലി മെഷീൻ വർക്കിംഗ് അണ്ടർ ലാഗിംഗ്, ലീഡിംഗ് ആൻഡ് യൂണിറ്റി പവർ ഫാക്ടർ. ഓക്കെ, ഇൻഡക്ഷൻ സിൻക്രണസ് ജനറേറ്റർ ആണ് ലീഡിംഗിലും ലാഗിംഗിലും അതുപോലെ തന്നെ യൂണിറ്റി പവർ ഫാക്ടറിലും ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ് നമ്മുടെ സിൻക്രണസ് ജനറേറ്റർ. അപ്പോൾ ഈ പോയിന്റ് ഓർത്തിരിക്കുക. ആർമേച്ചർ റിയാക്ഷന്റെ എഫക്റ്റുകളാണ് ഓരോ ലോഡിലുള്ള എഫക്റ്റുകളാണ് നോക്കാൻ പോകുന്നത്. ഈ ടേബിൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഇതിൽ നിന്ന് ചിലപ്പോൾ നേരിട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ ഓർത്തിരിക്കുന്ന ആർമേച്ചർ റിയാക്ഷന്റെ എഫക്റ്റ് ലോഡിനെയും അതുപോലെ തന്നെ ലോഡിന്റെ പവർ ഫാക്ടറിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് പവർ ഫാക്ടർ തന്നിട്ടുണ്ട്. അതിന്റെ എഫക്റ്റ് ആർമേച്ചർ റിയാക്ഷൻ കൊണ്ട് ഉണ്ടാകുന്ന എഫക്റ്റ് എന്താണെന്നും ഏത് മൂഡിലായിരിക്കും സിൻക്രണസ് ജനറേറ്റർ ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കാം. സപ്പോസ് ഫസ്റ്റ് ആയത് 0 പവർ ഫാക്ടർ ലാഗിംഗ് ആണെങ്കിൽ, 0 പവർ ഫാക്ടർ ലാഗിംഗ്, അതായത് ഫൈന്റെ വാല്യൂ 90 ഡിഗ്രി ആണെങ്കിൽ cos 90 = 0. അതുകൊണ്ടാണ് ഇതിനെ 0 പവർ ഫാക്ടർ ലാഗിംഗ് ലോഡാണ്. ലാഗിംഗ് ലോഡാണെങ്കിൽ ഇൻഡക്ടർ ആയിരിക്കും. അതിന്റെ എഫക്ട് എന്ന് പറയുന്നത് ആർമേച്ചർ റിയാക്ഷൻ എഫക്ട് എന്ന് പറയുന്നത് ഡീമാഗ്നറ്റൈസിംഗ് എഫക്ട് ആയിരിക്കും ആർമേച്ചർ റിയാക്ഷൻ കൊണ്ട് ഉണ്ടാവാം. ആ നേരത്ത് സിൻക്രണസ് ജനറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്ന മോഡ് എന്ന് പറഞ്ഞാൽ ഓവർ എക്സൈറ്റഡ് മോഡിലായിരിക്കും. ഓക്കെ, അടുത്തത് 0 പവർ ഫാക്ടർ ലീഡിംഗ്. ഇവിടെ അത് 90 ഡിഗ്രി തന്നെയാണ്, എന്നാൽ ലീഡിംഗ് പവർ ഫാക്ടർ ആണ്. ആ സമയത്ത് ഉണ്ടാകുന്ന എഫക്ട് എന്ന് പറയുന്നത് മാഗ്നറ്റൈസിംഗ് എഫക്ട് ആണ്. ആ സമയത്ത് വർക്ക് ചെയ്യുന്ന മോഡ് എന്ന് പറഞ്ഞാൽ അണ്ടർ എക്സൈറ്റഡ് മോഡിലായിരിക്കും ജനറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുക. അടുത്തത് മൂന്നാമത്തെ യൂണിറ്റി പവർ ഫാക്ടർ ആണ്. യൂണിറ്റി പവർ ഫാക്ടർ എന്ന് വെച്ചാൽ ഫൈന്റെ വാല്യൂ 0 ആയിരിക്കും, അത് അപ്പോഴാണ് cos ∅ 1 ആയിട്ട് കിട്ടുക. ആ നേരത്ത് യൂണിറ്റി പവർ ഫാക്ടറിലുള്ള എഫക്ട് എന്ന് പറഞ്ഞാൽ ക്രോസ് മാഗ്നറ്റൈസിംഗ് എഫക്ട് ആയിരിക്കും സിൻക്രണസ് ജനറേറ്ററിൽ ഉണ്ടാവുക. ആ നേരത്ത് നമ്മുടെ എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ എക്സൈറ്റേഷൻ ആയിരിക്കും സിൻക്രണസ് ജനറേറ്ററിൽ ഓപ്പറേറ്റ് ചെയ്യുക. അടുത്ത ടൈപ്പ് ഓഫ് ലോഡ് എന്ന് പറയുന്നത് 0.8 ലാഗ്, അല്ലെങ്കിൽ cos ∅ വാല്യൂ 30 ഫൈന്റെ വാല്യൂ 30 ഡിഗ്രിയോ 40 ഡിഗ്രിയോ അല്ലെങ്കിൽ 50 ഡിഗ്രിയോ ആ റേഞ്ചിലൊക്കെ ആണെങ്കിൽ ലാഗ് ആണെങ്കിൽ അതിൽ 2 ടൈപ്പ് എഫക്ട് ഉണ്ടാവും. ഒന്ന് ക്രോസ് മാഗ്നറ്റൈസിംഗ് എഫക്ട് ഉണ്ടാവും, അതുപോലെ തന്നെ ഡീമാഗ്നറ്റൈസിംഗ് എഫക്ട് ഉണ്ടാവും. ലാഗ് നമ്മൾ പഠിച്ചു, ലാഗിംഗിൽ ഡീമാഗ്നറ്റൈസേഷൻ എഫക്ട് ആയിരിക്കും. അപ്പോൾ ലാഗ് എന്ന് പറയുമ്പോൾ ആ ഭാഗത്ത് ക്രോസ് പ്ലസ് ഡീമാഗ്നറ്റൈസേഷൻ വരും. അതാണ് 0.8 ലാഗിൽ ഓർത്തിരിക്കാനുള്ള ഇത്. അപ്പോൾ തന്നെ ലീഡിൽ വരുമ്പോൾ ലീഡിംഗ് പവർ ഫാക്ടറിൽ ഉണ്ടാകുന്ന എഫക്ട് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസിംഗ് എഫക്ട് ആണ്. എന്നാൽ അതുകൊണ്ട് തന്നെ ഈ 0.8 ലീഡ് അല്ലെങ്കിൽ ഫൈന്റെ വാല്യൂ 30 ഡിഗ്രിയോ 40 50 ആ റേഞ്ചിലൊക്കെ ആണെങ്കിൽ അതിന് ആർമേച്ചർ റിയാക്ഷൻ എഫക്ട് എന്ന് പറഞ്ഞാൽ ക്രോസ് മാഗ്നറ്റൈസിംഗ് പ്ലസ് മാഗ്നറ്റൈസിംഗ് എഫക്ട് ആയിരിക്കും ഉണ്ടാകാം. ആ നേരത്തെ ഓപ്പറേറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ ക്രോസ്, അത് നോർമൽ എക്സൈറ്റേഷന്റെയും അതുപോലെ തന്നെ ഡീമാഗ്നറ്റൈസിംഗ് ഓവർ എക്സൈറ്റഡ് രണ്ടിന്റെയും കോമ്പിനേഷനിലായിരിക്കും ആ സമയത്ത് സിൻക്രണസ് ജനറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ടേബിൾ ഓർത്തിരിക്കാനായിട്ട് ഏതെങ്കിലും ഒരെണ്ണം ഓർത്തിരിക്കുക. ഇപ്പോൾ ലാഗിങ്ങിലെ ഡീമാഗ്നറ്റൈസിംഗ് ആണ്, ഓവർ എക്സൈറ്റഡ് ആണെങ്കിൽ ലീഡിങ്ങിലെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഏതിലെ ജനറേറ്ററിന്റെ കേസിൽ മാഗ്നറ്റൈസിംഗും അണ്ടർ എക്സൈറ്റഡും ആയിരിക്കും. ക്രോസിന്റെ യൂണിറ്റി പവർ ഫാക്ടറിൽ ക്രോസ് മാഗ്നറ്റൈസിംഗ് എഫക്ട് ആണെന്ന് ഓർത്തിരിക്കുക. അതിന്റെ എക്സൈറ്റേഷൻ നോർമൽ ആയിരിക്കും. ഈ രണ്ട് ഓർത്തിരിക്കാനായിട്ട് ഇതിന്റെ രണ്ടിന്റെ കോമ്പിനേഷൻ, യൂണിറ്റി പവർ ഫാക്ടറിന്റെ കോമ്പിനേഷൻ പ്ലസ് ഇതിന്റെ ലാഗിംഗ് ആണെങ്കിൽ ഡീമാഗ്നറ്റൈസേഷൻ, ലീഡിംഗ് ആണെങ്കിൽ മാഗ്നറ്റൈസേഷൻ, ഇതിന്റെ ഏതെങ്കിലും എഫക്ട് ആയിരിക്കും. അപ്പോൾ ഇതിലെ ലാഗിങ്ങോ ലീഡിങ്ങോ ഏതെങ്കിലും അവിടെ ഓർത്തിരിക്കാം. അതിന്റെ നേരെ പഠിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നിങ്ങൾ പഠിച്ചതിന്റെ ഓപ്പോസിറ്റ് ആയ കാര്യം. യൂണിറ്റി പവർ ഫാക്ടർ എപ്പോഴും ക്രോസ് മാഗ്നറ്റൈസിംഗ് ആണെന്ന് ഓർത്തിരിക്കുക. ഈ ടേബിൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന സിൻക്രണസ് മോട്ടറിന്റെ ടേബിൾ ഓർത്തിരിക്കാനും ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ടേബിൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇത് നമ്മുടെ സിൻക്രണസ് ജനറേറ്ററിന്റെ മോഡൽ നമ്മൾ നോക്കാനായിട്ട് പോവാണ്. ജനറേറ്ററിന്റെ മോഡൽ ഇമ്പോർട്ടന്റ് ആണ്, ഇതിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വരുന്ന സാധ്യതയുണ്ട്. ഓക്കെ, ഇതിൽ EF ആംഗിൾ ഡെൽറ്റ എന്ന് പറയുന്നത് നമ്മുടെ സിൻക്രണസ് ജനറേറ്ററിന്റെ ഉള്ളിൽ ഇന്റേണൽ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജിനാണ് നമ്മൾ EF അല്ലെങ്കിൽ എക്സൈറ്റേഷൻ വോൾട്ടേജ് എന്ന് നമ്മൾ ഇതിന് പറയും. EF നമ്മുടെ എക്സൈറ്റേഷൻ വോൾട്ടേജ് എന്ന് പറയും, അല്ലെങ്കിൽ ഇന്റേണൽ വോൾട്ടേജ് എന്ന് പറയും, ജനറേറ്റ് ചെയ്ത വോൾട്ടേജ് എന്ന് പറയും. അങ്ങനെ കുറെ വാക്കുകളുണ്ട്. ഓക്കെ, ഇതിൽ ഡെൽറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ഫീൽഡ് വോൾട്ടേജ് ആൻഡ്
ടെർമിനൽ വോൾട്ടേജ് ആണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ആംഗിൾ ബിറ്റ്വീൻ എക്സൈറ്റേഷൻ വോൾട്ടേജ് ഇ എഫ് ആൻഡ് ടെർമിനൽ വോൾട്ടേജ് വി ആണ് ആംഗിൾ ഡെൽറ്റ. ഈ ഡെൽറ്റനെ നമ്മൾ ലോഡ് ആംഗിൾ എന്ന് പറയും, അല്ലെങ്കിൽ പവർ ആംഗിൾ എന്ന് പറയും, അല്ലെങ്കിൽ ടോർക്ക് ആംഗിൾ എന്ന് പറയും. ഈ 3 ആംഗിളിന്റെ പേര് വന്നാൽ നിങ്ങളുടെ ചോദ്യത്തിലോ അല്ലെങ്കിൽ ക്വസ്റ്റിന് പേരാണെങ്കിൽ എല്ലാം ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റയാണ്. ചിലപ്പോൾ ഡെൽറ്റ അല്ലെങ്കിൽ ലോഡ് ആംഗിൾ എന്ത് തമ്മിലുള്ള ആംഗിൾ ആണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഡെൽറ്റ ആംഗിൾ എന്ന് പറയുന്നത് ഫീൽഡ് വോൾട്ടേജും അതുപോലെ തന്നെ ടെർമിനൽ വോൾട്ടേജ് വിയും തമ്മിലുള്ള ആംഗിളാണ് ഡെൽറ്റ. നമ്മുടെ സർക്യൂട്ടിന്റെ മോഡൽ ഇതാണ്. ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർമേച്ചറിന്റെ റെസിസ്റ്റൻസ് ആണ് ആർ. എക്സ് എന്ന് പറഞ്ഞാൽ ആർമേച്ചറിന്റെ തന്നെ റിയാക്ടൻസ് ആണ് എക്സ് ഡിനോട്ട് ചെയ്യുന്നത്. എക്സ് ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർമേച്ചർ റിയാക്ഷൻ കൊണ്ടുണ്ടാകുന്ന റിയാക്ടൻസിന്, ആർമേച്ചർ റിയാക്ഷൻ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിയാക്ടൻസ് ആണ് എക്സ് എ ആർ. ഇതാണ് 3 ടേംസ്. ഇതിൽ വി എന്ന് പറയുന്ന ടെർമിനൽ വോൾട്ടേജ് ആണ്. ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർമേച്ചറിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഇതാണ് നമ്മുടെ ജനറേറ്ററിന്റെ മോഡൽ, സിംഗ്രണസ് ജനറേറ്ററിന്റെ മോഡൽ. ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ഇ എഫ് വെക്ടർ ഇ എഫ് ഇക്വൽ ടു വി പ്ലസ് ആർമേച്ചർ കറണ്ട് ഐ എ ഇൻറ്റു ആർ എ പ്ലസ് എക്സ് എ പ്ലസ് എക്സ് എ ജെ എക്സ് എ പ്ലസ് എക്സ് എ ആർ ആണ് നമ്മുടെ ഇതിന്റെ വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത്. വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, അല്ലെങ്കിൽ ജനറേറ്റർ ഇക്വേഷൻ, ജനറേറ്ററിന്റെ വോൾട്ടേജ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇ എഫ് ഇക്വൽ ടു വി വെക്ടർ വി പ്ലസ് വെക്ടർ ഐ എ ഇൻറ്റു ആർ എ പ്ലസ് ജെ എക്സ് എ പ്ലസ് എക്സ് എ ആർ. നമുക്ക് ലീക്കേജ് വോൾട്ടേജ് ഒക്കെ തന്ന ലീക്കേജ് റിയാക്ഷൻസ് ഉണ്ടാകുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ ആർമേച്ചർ റിയാക്ഷൻ കൊണ്ട് ഉണ്ടാകുന്ന വോൾട്ടേജ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, ലീക്കേജ് റിയാക്ഷൻസ് കൊണ്ട് ഉണ്ടാകുന്ന വോൾട്ടേജിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യും. അതുപോലെ തന്നെ ആർമേച്ചർ റിയാക്ഷൻ കാരണം തന്ന വോൾട്ടേജ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഈക്വേഷനിൽ നിന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. ഓക്കെ, അടുത്തത് നമ്മുടെ എക്സ് എ പ്ലസ് എക്സ് എ ആർ, അതായത് ആർമേച്ചർ റിയാക്ടൻസ് പ്ലസ് റിയാക്ടൻസ് ടു ആർമേച്ചർ റിയാക്ഷൻ, ആ 2 ടേം കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ടേമിനെയാണ് നമ്മൾ സിംഗ്രണസ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എക്സസ് ആയിട്ടാണ്. എക്സസ് ഈക്വൽ ടു എക്സ് എ പ്ലസ് എക്സ് എ ആർ. അടുത്തത് നമ്മുടെ സിംഗിൾ ടേം സിംഗ്രണസ് ഇംപെഡൻസ്. അത് ഇമ്പോർട്ടന്റ് ടേമാണ്. സെഡസ് എന്ന് പറഞ്ഞാൽ 2 ടേം ഇമ്പോർട്ടന്റ് ആണ്. എക്സസും അതുപോലെ തന്നെ സിംഗ്രണസ് ഇംപെഡൻസ്. സെഡസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ള ഇംപെഡൻസിനെയാണ് നമ്മൾ സെഡസ് അല്ലെങ്കിൽ സിംഗ്രണസ് ഇംപെഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെഡസ് ഈക്വൽ ടു ആർ എ പ്ലസ് ജെ എക്സസ്. എക്സസ് എന്ന് പറഞ്ഞു എക്സ് എ പ്ലസ് എക്സ് എ ആർ ആണ്. ഇതിന് നമുക്ക് സെഡസ് ആംഗിൾ തീറ്റ എസ് എന്ന് എഴുതാം. ഓക്കെ, തീറ്റ എസ് എന്ന് പറഞ്ഞാൽ ഇംപെഡൻസ് ആംഗിൾ ആണ്. ഓക്കെ, ഈ ആംഗിളിന്റെ പേര് ഓർത്തിരിക്കുക, ഇത് ഇംപെഡൻസ് ആംഗിൾ ആണ്. അതിന് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സസ് ഡിവൈഡഡ് ബൈ ആർ എ ആണ് തീറ്റ എസ് എന്ന് പറയുന്ന തീറ്റ എസ് എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സസ് ഡിവൈഡഡ് ബൈ ആർ എ. ഈ ആംഗിളിന്റെ പേര് ഓർത്തിരിക്കുക, ഇംപെഡൻസ് ആംഗിൾ, അതുപോലെ തന്നെ ലോഡ് ആംഗിൾ, പവർ ആംഗിൾ, ടോർക്ക് ആംഗിൾ. ഇനി ഒരു ആംഗിൾ കൂടി ഉണ്ട്, നമ്മുടെ പവർ ഫാക്ടർ ആംഗിൾ. പവർ ഫാക്ടർ ആംഗിൾ നമുക്കറിയാം വി വേഴ്സസ് ഐ എ. ടെർമിനൽ വോൾട്ടേജും ഐ എയും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ പവർ ഫാക്ടർ ആംഗിൾ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഫൈ എന്ന് പറയുന്നത്. അതുപോലെ ഒരു ആംഗിൾ സൈ കൂടി ഉണ്ട്, നമുക്ക് അടുത്ത ഇതിൽ നോക്കാം. ഓക്കെ, അടുത്ത ഇതിൽ എല്ലാം അതിന്റെ വെക്ടർ ഡയഗ്രം വരയ്ക്കും, നമുക്ക് നോക്കാം. അടുത്ത് നമ്മൾ ഫേസർ ഡയഗ്രം നോക്കാൻ പോവാണ്. സിംഗിൾ ജനറേറ്ററിന്റെ ഫേസർ ഡയഗ്രം. നമ്മളിവിടെ ലാഗിംഗ് പവർ ഫാക്ടർ ലോഡിന്റെ നമ്മൾ വരച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് പറഞ്ഞു തരാം എങ്ങനെയാണ് വരച്ചെന്നുള്ള. അതിനനുസരിച്ച് നിങ്ങൾ ലീഡിങ്ങിന്റെയും അതുപോലെ തന്നെ യൂണിറ്റി പവർ ഫാക്ടറിന്റെയും ഡ്രോയിങ് ഫേസർ ഡയഗ്രം വരച്ച് നോക്കാം. നമ്മുടെ ഗവേണിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇ എഫ് ഇക്വൽ ടു വി പ്ലസ് ഐ എ ഇൻറ്റു ആർ എ പ്ലസ് ജെ ടൈംസ് എക്സ് എ പ്ലസ് എക്സ് എ ആർ. എക്സ് എ പ്ലസ് എക്സ് എ ആർ നമുക്ക് സിംഗ്രണസ് റിയാക്ടൻസ് എക്സസ് ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ വരയ്ക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഇ എഫ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ ടെർമിനൽ വോൾട്ടേജ് വി നമ്മൾ വരച്ചു, എക്സ് ആക്സിസിന് ഈക്വൽ ആയിട്ട് വരച്ചു. നമ്മൾ ലാഗിംഗ് പവർ ഫാക്ടർ ആയതുകൊണ്ട് നമ്മുടെ കറണ്ട് ലാഗ് ചെയ്യും, വോൾട്ടേജിന് ലാഗ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ ഐ എ ഇങ്ങനെ വരച്ചു. ഒരു ആംഗിൾ, ഈ ആംഗിളിനെയാണ് വിയും ഐ എം തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ പവർ ഫാക്ടർ ആംഗിൾ എന്ന് പറയാം. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുക ഫൈ ആണ്. അപ്പോൾ ഫൈ എന്ന് പറഞ്ഞാൽ എന്ത് തമ്മിലുള്ള ആംഗിളാണ്? വിയും ഐ എയും തമ്മിലുള്ള ആംഗിളാണ് ഫൈ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് ഐ എ ആർ എ ഡ്രോപ്പ് ആണ്. അപ്പോൾ എവിടെയാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത്? അത് ബി ആണ് നമ്മുടെ എൻഡിങ് പോയിന്റ്. അതിൽ നിന്ന് ആഡ് ചെയ്യേണ്ട സാധനങ്ങൾ നമ്മൾ വരയ്ക്കുകയാണ്, ഫേസർ വരയ്ക്കുകയാണ്. അപ്പോൾ ഐ എ ആർ എ ഡ്രോപ്പ് ഐ എന്റെ അതേ ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഐ എനെ പാരലായിട്ട് നമ്മൾ വിയിൽ നിന്ന് ഒരു വര വരയ്ക്കും. അതിനെയാണ് നമ്മൾ ഐ എ ആർ എ ഡ്രോപ്പ് ആയിട്ട് ഫേസറിൽ റെപ്രസെന്റ് ചെയ്യുക. അതിൽ നിന്ന് 90 ഡിഗ്രി നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐ എ എക്സസ് കിട്ടും, ജെ ഐ എക്സസ് കിട്ടും. ഈ പോയിന്റിലോട്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെക്ടർ ഇ എഫ് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ലാഗിംഗ് പവർ ഫാക്ടറിനെ വരയ്ക്കാം. ഇനി യൂണിറ്റി പവർ ഫാക്ടർ ആകുമ്പോൾ ഐ എ വിന്റെ അതേ ആക്സിസിൽ തന്നെയായിരിക്കും യൂണിറ്റി പവർ ഫാക്ടറിൽ നിന്ന്. ബാക്കി ഇത് നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാം. ലീഡിംഗ് ആകുമ്പോൾ ഐ എ ഈ ഡയറക്ഷനിലായിരിക്കും, കാരണം ഐ എ ലീഡ്സ് ദി വോൾട്ടേജ് വി. അതാണ് ലീഡിംഗ് പവർ ഫാക്ടർ, അങ്ങനെയാണ് വരയ്ക്കാം. ഇനി ഇതിലത്തെ ആംഗിൾസ് നമുക്ക് നോക്കാം. 3 ടൈപ്പ് ഓഫ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പവർ ഫാക്ടർ ആംഗിൾ, അതായത് ടെർമിനൽ വോൾട്ടേജ് വിയും ഐ എം തമ്മിലുള്ള ആംഗിളാണ് പവർ ഫാക്ടർ ആംഗിൾ ഫൈ. അടുത്തത് ഇന്റേണൽ പവർ ഫാക്ടർ ആംഗിൾ ഉണ്ട്. ഇന്റേണൽ എന്ന് പറയുമ്പോൾ പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിൾ തന്നെയാണ് പവർ ഫാക്ടർ ആംഗിൾ എന്ന് പറയുമ്പോൾ. ഇന്റേണൽ എന്ന് പറയുമ്പോൾ ഇന്റേണലി ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ്, അതായത് നമ്മുടെ എക്സൈറ്റേഷൻ വോൾട്ടേജ് ഇ എഫ്, അതും ആർമേച്ചർ കറണ്ട് ഐ എം തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ഇന്റേണൽ പവർ ഫാക്ടർ ആംഗിൾ എന്ന് പറയുക. അത് ഡിനോട്ട് ചെയ്യുക സൈ വെച്ചിട്ടാണ്. ഇവിടെ ഇതാണ് നമ്മുടെ എക്സൈറ്റേഷൻ വോൾട്ടേജ് ഇ എഫും, ഇതാണ് നമ്മുടെ ആർമേച്ചർ കറണ്ട് ഐ തമ്മിലുള്ള ആംഗിളാണ് നമ്മൾ ഫൈ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അടുത്ത മൂന്നാമത്തെ ആംഗിൾ ലോഡ് ആംഗിൾ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിന് 3 പേരുകളുണ്ട്. ലോഡ് ആംഗിൾ എന്ന് വിളിക്കാം, പവർ ആംഗിൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ടോർക്ക് ആംഗിൾ എന്ന് വിളിക്കാം. അതെന്ന് പറയുന്നത് എക്സൈറ്റേഷൻ വോൾട്ടേജ് ഇ എഫും അതുപോലെ തന്നെ ടെർമിനൽ വോൾട്ടേജ് വി എം തമ്മിലുള്ള ആംഗിളാണ് നമ്മൾ അത് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഈ 3 ആംഗിൾസിന്റെയും പേര് ഓർത്തിരിക്കുക. എങ്ങനെയാണ് ഫേസർ ഡയഗ്രം വരയ്ക്കാനും ഓർത്തിരിക്കുക. പവറിന്റെ ഇക്വേഷൻ ആണ്. മാക്സിമം പവർ ഡെവലപ്ഡ് സൈഡിൽ മാക്സിമം പവർ കിട്ടണമെങ്കിൽ ലോഡ് ആംഗിൾ ഡെൽറ്റ
180 മൈനസ് ടി ടൈസ് ആയാൽ മാത്രമാണ് നമുക്ക് മാക്സിമം ഡെവലപ്ഡ് പവർ കിട്ടുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ലോഡ് സൈഡിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് സൈഡിൽ മാക്സിമം പവർ കിട്ടണമെങ്കിൽ ഡെൽറ്റയുടെ വാല്യൂ ടി ടൈസിന് ഈക്വൽ ആയാൽ മാത്രമാണ് നമുക്ക് മാക്സിമം പവർ കിട്ടുക. ഓക്കെ, ഈ രണ്ട് കേസ് വാലിഡ് ആവുന്നത് RA നോട്ട് ഈക്വൽ ടു 0 എന്ന അല്ലെങ്കിൽ ആർമേച്ചർ റെസിസ്റ്റൻസ് 0 ആവാത്ത കേസിലാണ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുക. ഓക്കെ, ഇനി ആർമേച്ചർ റെസിസ്റ്റൻസ് 0 ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡെവലപ്ഡ് പവറിന്റെയും അതുപോലെ തന്നെ ഔട്ട്പുട്ട് പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് VEF ഡിവൈഡഡ് ബൈ XS ഇൻറ്റു സൈൻ ഡെൽറ്റ. ഇനി ഇത് മാക്സിമം ആവണമെങ്കിൽ Pmax ആവണമെങ്കിൽ എന്തായിരിക്കണം? ഫോർ Pmax സൈൻ ഡെൽറ്റ ഷുഡ് 1. സൈൻ ഡെൽറ്റ ഡെൽറ്റ എപ്പോഴാണ് 1 ആവുക? ഡെൽറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആവുകയാണെങ്കിലാണ് നമുക്ക് സൈൻ ഡെൽറ്റ 1 ആവുക. ദാറ്റ് ഈസ് മാക്സിമം പവർ എന്ന് പറയുന്നത് ഇക്വേഷൻ എന്ന് പറയുന്നത് VEF ഡിവൈഡഡ് ബൈ XS ആണ് നമ്മുടെ മാക്സിമം പവറിന്റെ ഇക്വേഷൻ. അപ്പോൾ ഈ കണ്ടീഷൻസ് ഓർത്തിരിക്കാം. ഡെവലപ്ഡ് സൈഡിൽ മാക്സിമം പവർ കിട്ടണമെങ്കിൽ ഡെൽറ്റയുടെ ആംഗിൾ 180 മൈനസ് ടി ടൈസ് ആയിരിക്കണം. ഔട്ട്പുട്ട് സൈഡിൽ കിട്ടണമെങ്കിൽ ഡെൽറ്റയുടെ വാല്യൂ ടി ടൈസിന് ഈക്വൽ ആയിരിക്കണം. ഈ കണ്ടീഷൻ എപ്പോഴാണ് വാലിഡ്? വെൻ RA നോട്ട് ഈക്വൽ ടു 0. RA 0 ആണെങ്കിൽ ഡെവലപ്ഡ് പവറും ഔട്ട്പുട്ട് പവറും ഈക്വൽ ആണ്. അതിന്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് V ഇൻറ്റു EF, അതായത് നമ്മുടെ ടെർമിനൽ വോൾട്ടേജ് V ഇൻറ്റു എക്സൈറ്റേഷൻ വോൾട്ടേജ് EF ഇൻറ്റു സൈൻ ഡെൽറ്റ, അതായത് ലോഡ് ആംഗിൾ ഡിവൈഡ് ബൈ XS. ഇനി ഇത് മാക്സിമം ആവണമെങ്കിൽ സൈൻ ഡെൽറ്റയുടെ വാല്യൂ 1 ആയിരിക്കണം. 1 ആവണമെങ്കിൽ മാക്സിമം പവർ എന്ന് പറയുന്നത് V ഇൻറ്റു EF ഡിവൈഡഡ് ബൈ XS ആയിരിക്കും. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മുടെ റിയാക്റ്റീവ് പവർ ഔട്ട്പുട്ട് അനുസരിച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 റിലേഷൻഷിപ്പ് ഉണ്ട്. നമുക്ക് ഓർക്കാം. ആദ്യം നമുക്ക് റിയാക്റ്റീവ് പവറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഓർത്തിരിക്കുക. V ഡിവൈഡഡ് ബൈ XS ഇൻറ്റു EF കോസ് ഡെൽറ്റ മൈനസ് V. ഓക്കെ, ഓർത്തിരിക്കുക. എപ്പോഴും EF നമ്മുടെ ജനറേറ്ററിന്റെ കേസിൽ EF ആയിരിക്കും എപ്പോഴും കൂടുതൽ. മീൻസ് എന്നുള്ള ഇതിൽ ഓർത്തിരിക്കുക, EF ആണ് ആദ്യത്തെ ടേം വരാം. EF കോസ് ഡെൽറ്റ മൈനസ് V. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് 3 ഇത് കിട്ടും. എങ്ങനെയാണ് നമുക്ക് റിയാക്റ്റീവ് ഔട്ടിനനുസരിച്ച് എങ്ങനെയാണ് നമുക്ക് ലാഗിങ്ങും ലീഡിങ്ങും യൂണിറ്റി പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ഇഫ് EF കോസ് ഡെൽറ്റ മൈനസ് V അല്ലെങ്കിൽ EF കോസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു V ആണെങ്കിൽ, ഇഫ് EF കോസ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു V ആണെങ്കിൽ നമ്മുടെ Q ഔട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. റിയാക്റ്റീവ് പവർ 0 ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതൊരു യൂണിറ്റി പവർ ഫാക്ടർ ലോഡ് ആയിരിക്കും. യൂണിറ്റി പവർ ഫാക്ടർ ലോഡ് എന്തിനൊക്കെ നമുക്ക് റെസിസ്റ്റൻസിനാണ് നമുക്ക് യൂണിറ്റി പവർ ഫാക്ടർ കിട്ടുക. അപ്പോൾ ഇഫ് EF കോസ് ഡെൽറ്റ ഈക്വൽ ടു V ആണെങ്കിൽ Q ഔട്ടിന്റെ വാല്യൂ 0 ആയിരിക്കും, അതായത് ഇറ്റ്സ് എ യൂണിറ്റി പവർ ഫാക്ടർ ലോഡ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ജനറേറ്ററിന്റെ എക്സൈറ്റേഷന്റെ മോഡ് എന്ന് പറഞ്ഞാൽ നോർമൽ എക്സൈറ്റേഷൻ മോഡാണ്. ഓക്കെ, ഇനി അടുത്തത് ഇഫ് EF കോസ് ഡെൽറ്റ ഇസ് ഗ്രേറ്റർ ദാൻ V, EF കോസ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ V ആണെങ്കിൽ Q ഔട്ടിന്റെ റിലേഷൻഷിപ്പ് നമുക്ക് പോസിറ്റീവ് ആയിട്ടാണ് കിട്ടാം. Q ഔട്ട് പോസിറ്റീവ് ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുക ഇറ്റ്സ് എ ലാഗിംഗ് പവർ ഫാക്ടർ ലോഡ്. ഓർത്തിരിക്കുക, Q ഔട്ടിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അതിനെ നമ്മൾ ലാഗിംഗ് പവർ ഫാക്ടർ കണക്കാക്കാം. ഓക്കെ, ആ ഒരു കേസിൽ നമുക്കറിയാം EF ആണ് കൂടുതൽ. അങ്ങനെയെങ്കിൽ അതിന് നമ്മൾ ഓവർ എക്സൈറ്റഡ് മോഡിലാണ് സിൻക്രണസ് ജനറേറ്റർ വർക്ക് ചെയ്യാൻ നമ്മൾ കരുതും. അടുത്തത് ഇഫ് EF കോസ് ഡെൽറ്റ മൈനസ് V അല്ലെങ്കിൽ EF കോസ് ഡെൽറ്റ ലെസ് ദാൻ V ആണെങ്കിൽ, EF കോസ് ഡെൽറ്റ ലെസ് ദാൻ V ആണെങ്കിൽ എന്തായിരിക്കും? Q ഔട്ടിന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. Q ഔട്ടിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ആ ലോഡ് എന്ന് പറയുന്നത് ലീഡിംഗ് പവർ ഫാക്ടർ ആയിരിക്കും. ഓക്കെ, EF Q ഔട്ടിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി ലീഡിംഗ് പവർ ഫാക്ടർ ഇൻ ദി കേസ് ഓഫ് എ ജനറേറ്റർ. ജനറേറ്ററിന്റെ കേസിലാണ് ഓർത്തിരിക്കുക. ഇത് ജനറേറ്ററിന്റെ കേസിൽ നമ്മൾ പറയുന്നത് Q ഔട്ട് പോസിറ്റീവ് ആണെങ്കിൽ അത് ലാഗിംഗ് പവർ ഫാക്ടർ ലോഡ് ആയിരിക്കും. Q ഔട്ട് നെഗറ്റീവ് ആണെങ്കിൽ അത് ലീഡിംഗ് പവർ ഫാക്ടർ ലോഡ് ആയിരിക്കും. ആ സമയത്ത് നമ്മുടെ EF കോസ് ഡെൽറ്റ ആണ് ലെസ് ദാൻ V ആയതുകൊണ്ട് അത് നമ്മൾ അണ്ടർ എക്സൈറ്റഡ് മോഡ് എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ജനറേറ്ററിന്റെ കേസിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഈ 3 പോയിന്റ്സ് നമുക്ക് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ Q ഔട്ടിന്റെ റിലേഷൻ എന്ന് പറയുന്നത് V ഡിവൈഡഡ് ബൈ XS ഇൻറ്റു EF കോസ് ഡെൽറ്റ മൈനസ് V ആണ്. ഇതേ റിലേഷൻഷിപ്പ് നമുക്ക് മോട്ടറിന്റെ കേസിലും പഠിക്കും. ആ നേരത്ത് EF കോസ് ഡെൽറ്റ ഇവിടെയാവും V മൈനസ് EF കോസ് ഡെൽറ്റ, കാരണം നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ആയിരിക്കും കൂടുതൽ. ഓക്കെ, അപ്പോൾ ആ കേസിൽ മോട്ടറിന്റെ കേസിൽ എല്ലാം റിവേഴ്സ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കേസ് നിങ്ങൾ സിൻക്രണസ് ജനറേറ്റർ അല്ലെങ്കിൽ സിൻക്രണസ് മോട്ടറിന്റെ എല്ലാ കണ്ടീഷൻസും ഓർത്തിരുന്നു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നിങ്ങൾ പഠിച്ചതിന്റെ മറ്റേത്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും സിൻക്രണസ് ജനറേറ്ററിന്റെ ഓർത്തിരിക്കുക. അപ്പോൾ സിൻക്രണസ് മോട്ടർ വരുമ്പോൾ അത് എളുപ്പമായിരിക്കും. അപ്പോൾ റിയാക്റ്റീവ് പവർ ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക. അതിൽ നിന്ന് ബാക്കിയുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അടുത്തത് ഇഫക്റ്റ് ഓഫ് വേരിയിങ് എക്സൈറ്റേഷൻ. നമ്മുടെ സിൻക്രണസ് ജനറേറ്ററിൽ എക്സൈറ്റേഷന്റെ വാല്യൂ വേരി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് എഫക്റ്റുകൾ ഉണ്ടാവാനാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കാൻ പോകുന്നത്. എക്സൈറ്റേഷൻ കൂടുമ്പോൾ, എക്സൈറ്റേഷൻ നമ്മൾ കൂടുകയാണെങ്കിൽ ഏതെങ്കിലും മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എക്സൈറ്റേഷൻ കൂടുകയാണെങ്കിൽ അതിന്റെ ലോഡ് ആംഗിൾ ഡെൽറ്റ കുറയും. ലോഡ് ആംഗിൾ ഡെൽറ്റ കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പവർ ഫാക്ടർ ആംഗിൾ കുറയും. ഓക്കെ, പവർ ഫാക്ടർ ആംഗിൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർമേച്ചർ കറണ്ട് കൂടും, പക്ഷേ കൂടുന്നത് ലാഗിങ് സൈഡിലേക്കായിരിക്കും. ഓക്കെ, പവർ ഫാക്ടർ കുറയും വെച്ചാൽ ലാഗിങ് ആയിരിക്കും. ഓക്കെ, ലാഗിങ് കേസിലായിരിക്കും പോവാം. ഇനി ഇൻ കേസ് എക്സൈറ്റേഷൻ ഡിക്രീസ് ചെയ്യാണ്, നമ്മുടെ അപ്ലൈ ചെയ്യുന്ന എക്സൈറ്റേഷൻ കുറയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഡെൽറ്റ ആംഗിൾ അല്ലെങ്കിൽ ലോഡ് ആംഗിൾ കൂടും, പവർ ഫാക്ടർ കൂടും, അതുപോലെ ആർമേച്ചർ കറണ്ട് കൂടും. പക്ഷേ ലീഡിങ്ങിലേക്കായിരിക്കും കറണ്ട് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ 2 പോയിന്റ് ഓർത്തിരിക്കുക എക്സൈറ്റേഷൻ വേരി ചെയ്യുമ്പോൾ. അതായത് വേണമെങ്കിൽ എക്സൈറ്റേഷൻ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലോഡ് ആംഗിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതിന്റെ കേസിൽ? ജനറേറ്ററിന്റെ കേസിൽ. ഇമ്പോർട്ടന്റ് ആണ്, ജനറേറ്ററിന്റെ കേസിലാണ് എക്സൈറ്റേഷൻ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലോഡ് ആംഗിൾ.
ഓക്കെ, ഇനി നമ്മുടെ ആർമേച്ചർ കറണ്ട് എപ്പോഴാണ് മിനിമം ആവുക? ആർമേച്ചർ കറണ്ട് വിൽ ബി ഓൾവേസ് മിനിമം അറ്റ് യൂണിറ്റി പവർ ഫാക്ടർ. യൂണിറ്റി പവർ ഫാക്ടറിലായിരിക്കും ആർമേച്ചർ കറണ്ട് എപ്പോഴും മിനിമം ആയിരിക്കാം. അപ്പോൾ ഈ 2 പോയിന്റ് ഓർത്തിരിക്കാം. അടുത്തത് 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് വി കർവും ഇൻവേർട്ടഡ് വി കർവും. നേരിട്ട് ചിലപ്പോൾ വി കർവ് ഏത് തമ്മിലുള്ള ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള കർവ് ആണെന്നും വരെ വേണമെങ്കിൽ നേരിട്ട് ചോദിക്കാം. അപ്പോൾ വി കർവ് എന്ന് പറഞ്ഞാൽ ആർമേച്ചർ കറണ്ട് ഐയും ഫീൽഡ് കറണ്ട് IF തമ്മിലുള്ള ഗ്രാഫിനെയാണ് നമ്മൾ വി കർവ് നമ്മളെന്ന് പറയാം. വി കർവിൽ നമ്മൾ II വേഴ്സസ് IF ആണ് പ്ലോട്ട് ചെയ്യുക. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു യൂണിറ്റി പവർ ഫാക്ടറിലായിരിക്കും I മിനിമം ആയിരിക്കാം. യൂണിറ്റി പവർ ഫാക്ടർ ഇപ്പോഴത്തെ കേസിൽ ലീഡിംഗ് ആയിരിക്കും, യൂണിറ്റി പവർ ഫാക്ടർ അപ്പുറത്ത് ലാഗിംഗ് ആയിരിക്കും. ഇനി ഇൻവേർട്ടഡ് വി കർവ് നമ്മൾ വരയ്ക്കുക പവർ ഫാക്ടർ വേഴ്സസ് ഫ്യൂൽ കറണ്ട് ആണ്. ഇൻവേർട്ടഡ് വി കർവ് എന്ന് വെച്ചാൽ വി കർവിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കർവിനെയാണ് നമ്മൾ ഇൻവേർട്ടഡ് വി കർവ് എന്ന് പറയാം. ഓർത്തിരിക്കുക, പവർ ഫാക്ടറും ഫീൽഡ് കറണ്ടും തമ്മിലുള്ള ഗ്രാഫിനെയാണ് നമ്മൾ ഇൻവേർട്ടഡ് വി കർവ് എന്ന് പറയാം. ഫീൽഡ് കറണ്ടും ആർമേച്ചർ കറണ്ടും തമ്മിലുള്ള കർവിനെയാണ് നമ്മൾ വി കർവ് എന്ന് പറയാം. ഈ 2 പോയിന്റും ഓർത്തിരിക്കുക. അടുത്ത കേസ് എക്സൈറ്റേഷൻ കോൺസ്റ്റന്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു എക്സൈറ്റേഷൻ വേരി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് ആണ് പറയുന്നത്. എക്സൈറ്റേഷൻ കൂട്ടാണെങ്കിൽ ലോഡ് ആംഗിൾ കുറയും, ലോഡ് ആംഗിൾ കുറഞ്ഞ് പവർ ഫാക്ടർ ആംഗിൾ കുറയും, അതായത് ലാഗിങ് ഇതിലോട്ട് പോകും. എക്സൈറ്റേഷൻ കൂട്ടാണെങ്കിൽ എക്സൈറ്റേഷൻ കുറയ്ക്കുകയാണെങ്കിൽ ലോഡ് ആംഗിൾ കൂടും, പവർ ഫാക്ടർ ആംഗിൾ കൂടും, ലീഡിങ് സൈഡിലോട്ട് പോകും. ഇനി നമ്മൾ ഈ കേസിൽ എക്സൈറ്റേഷൻ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കാം. ഇഫ് എക്സൈറ്റേഷൻ ഇസ് കെപ്റ്റ് കോൺസ്റ്റന്റ് ആൻഡ് ദി സ്പീഡ് ഓഫ് ദി ടർബൈൻ, അല്ലെങ്കിൽ ജനറേറ്ററിന്റെ സ്പീഡ് കറക്കുന്ന റോട്ടറിന്റെ പ്രൈമോറിന്റെ സ്പീഡ് നമ്മൾ കൂട്ടാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ നമ്മൾ ടർബൈൻ ഇൻപുട്ട് കൂട്ടാണെങ്കിൽ എന്താണ് സംഭവിക്കുക? എക്സൈറ്റേഷൻ പക്ഷേ നമ്മളെപ്പോഴും കോൺസ്റ്റന്റ് ആണെങ്കിൽ ടർബൈൻ ഇൻപുട്ട് കൂട്ടാണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക? ജനറേറ്ററിന്റെ കേസിൽ ലോഡ് ആംഗിൾ കൂടും. ലോഡ് ആംഗിൾ കൂടി കഴിഞ്ഞാൽ പവർ ഫാക്ടർ ആംഗിൾ കൂടും. പവർ ഫാക്ടർ ആംഗിൾ കൂടുകയാണെങ്കിൽ അത് ലീഡിംഗ് സൈഡിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ടർബൈൻ ഇൻപുട്ട് കുറയ്ക്കുകയാണെങ്കിൽ കീപ്പിംഗ് എക്സൈറ്റേഷൻ കോൺസ്റ്റന്റ്, ഡെൽ കുറയും, അതായത് ലോഡ് ആംഗിൾ കുറയും, പവർ ഫാക്ടർ ആംഗിളും കുറയും, അതായത് ലാഗിംഗ് ലോഡിലോട്ട് പോകും. അപ്പോൾ ജനറേറ്ററിന്റെ കേസിൽ ടർബൈൻ ഇൻപുട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു, അല്ലെങ്കിൽ സ്പീഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു, അല്ലെങ്കിൽ നമുക്ക് പറയാം സ്പീഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദി ലോഡ് ആംഗിൾ അറ്റ് കോൺസ്റ്റന്റ് എക്സൈറ്റേഷൻ. അതാണ് ഓർത്തിരിക്കേണ്ടത്. കോൺസ്റ്റന്റ് എക്സൈറ്റേഷന്റെ കേസിലാണ് ഇത് സംഭവിക്കുക. അപ്പോൾ ഈ പോയിന്റ് ഓർത്തിരിക്കാം. എക്സൈറ്റേഷൻ വേരി ചെയ്യുമ്പോൾ അതുപോലെ സ്പീഡ് കോൺസ്റ്റന്റ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുക? അതുപോലെ എക്സൈറ്റേഷൻ കോൺസ്റ്റന്റും സ്പീഡ് വേരി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലോഡ് ആംഗിളിലെ മാറ്റങ്ങളും പവർ ഫാക്ടർ ആംഗിളിലെ മാറ്റങ്ങളും ഓർത്തിരിക്കുക. വോൾട്ടേജ് റെഗുലേഷൻ ഇമ്പോർട്ടന്റ് ആണ്, സിലബസിൽ കൊടുത്തിട്ടുണ്ട്. വോൾട്ടേജ് റെഗുലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോ ലോഡ് വോൾട്ടേജ് മൈനസ് ഫുൾ ലോഡ് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ഫുൾ ലോഡ് വോൾട്ടേജ് ആണ് നമ്മുടെ വോൾട്ടേജ് റെഗുലേഷൻ ജനറേറ്ററിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വിത്ത് കോൺസ്റ്റന്റ് എക്സൈറ്റേഷൻ. കോൺസ്റ്റന്റ് എക്സൈറ്റേഷന്റെ കേസിലാണ് നമ്മൾ എപ്പോഴും വോൾട്ടേജ് റെഗുലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അടുത്ത ഓർത്തിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് റെഗുലേഷൻ ഇസ് ഓൾവേസ് പ്രൊപ്പോർഷണൽ ടു ZS. ZS എന്ന് പറഞ്ഞാൽ നമ്മുടെ സിൻക്രണസ് ഇംപെഡൻസിന്റെ പ്രൊപ്പോർഷണൽ ആയിരിക്കും വോൾട്ടേജ് റെഗുലേഷൻ. അടുത്ത ഓർത്തിരിക്കുന്നത് വോൾട്ടേജ് റെഗുലേഷൻ പോസിറ്റീവ് ആവാം, റെസിസ്റ്റീവ് ലോഡിനും അതുപോലെ അല്ലെങ്കിൽ UPF ലോഡ് അല്ലെങ്കിൽ ലാറ്റിംഗ് ലോഡ് ആകുമ്പോൾ വോൾട്ടേജ് റെഗുലേഷൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഈ 3 ടൈപ്പ് ലോഡിന് വോൾട്ടേജ് റെഗുലേഷൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നേരെ മറിച്ച് വോൾട്ടേജ് റെഗുലേഷൻ ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. ഈ 3ലും ഏത് വേണമെങ്കിലും ആവാം വോൾട്ടേജ് റെഗുലേഷൻ. ഏത് ടൈപ്പ് ഓഫ് ലോഡിന്? ലീഡിംഗ് ലോഡിന്. ഈ പോയിന്റ് ഓർത്തിരിക്കാം. വോൾട്ടേജ് റെഗുലേഷൻ ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ ഫോർ ലീഡിംഗ് ലോഡ്. അടുത്ത ഓർത്തിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ സീറോ വോൾട്ടേജ് റെഗുലേഷന്റെ കണ്ടീഷൻ ആണ്. സീറോ വോൾട്ടേജ് റെഗുലേഷൻ കിട്ടണമെങ്കിൽ θ plus phi should be equal to 90 ഡിഗ്രി. ഇതിൽ θ എന്ന് പറയുന്നത് ഇംപെഡൻസ് ആംഗിളും phi എന്ന് പറയുന്നത് പവർ ഫാക്ടർ ആംഗിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ആംഗിളൊക്കെ ഡെഫിനിഷൻസ്. അപ്പോൾ ഓർത്തിരിക്കാം, സീറോ വോൾട്ടേജ് റെഗുലേഷൻ കിട്ടണമെങ്കിൽ θ plus phi should be equal to 90 ഡിഗ്രി. അതുപോലെ തന്നെ മാക്സിമം വോൾട്ടേജ് റെഗുലേഷന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇംപെഡൻസ് ആംഗിൾ ഷുഡ് ബി ഈക്വൽ ടു പവർ ഫാക്ടർ ആംഗിൾ. ഇംപെഡൻസ് ആംഗിൾ ഷുഡ് ബി ഈക്വൽ ടു പവർ ഫാക്ടർ ആംഗിൾ. അപ്പോൾ വോൾട്ടേജ് റെഗുലേഷന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പോയിന്റ് വോൾട്ടേജ് റെഗുലേഷന് 3 മെത്തേഡ്സ് ഉണ്ട്, മെയിൻ മെത്തേഡ്സ് ഉണ്ട് വോൾട്ടേജ് റെഗുലേഷൻ കണ്ടുപിടിക്കാനായിട്ട്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞ പേരാണ് സിങ്ക്രണസ് ഇംപെഡൻസ് മെത്തേഡ്, അല്ലെങ്കിൽ EMF മെത്തേഡ്. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ആർമേച്ചർ റിയാക്ഷൻ കൊണ്ടുണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ കേസിൽ കിട്ടുന്ന വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ വോൾട്ടേജ് റെഗുലേഷനേക്കാളും കൂടുതൽ വാല്യൂ ആയിരിക്കും ഈ മെത്തേഡ് വഴി കിട്ടുന്ന വോൾട്ടേജ് റെഗുലേഷന്റെ വാല്യൂ. അപ്പോൾ ഈ പോയിന്റ് ഓർത്തിരിക്കുക, സിങ്ക്രണസ് ഇംപെഡൻസ് മെത്തേഡ് അല്ലെങ്കിൽ EMF മെത്തേഡിൽ ഡ്രോപ്പ് ഡ്യൂ ടു ആർമേച്ചർ റിയാക്ഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ വോൾട്ടേജ് റെഗുലേഷന്റെ വാല്യൂ ആക്ച്വൽ വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡിന് പറയുന്ന പേര് എന്ന് പറയുന്നത് പെസിമിസ്റ്റിക് മെത്തേഡ് എന്നാണ് ഇതിനെ പറയാം. ഓക്കെ, അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് MMF മെത്തേഡ് ആണ്. ഇതിന് വേറെ പേരാണ് ആംബിയർ ടേൺ മെത്തേഡ്. ആംബിയർ ടേൺ മെത്തേഡ് എന്ന് ഇതിന് പറയും. ഓക്കെ, ഇതിൽ നമ്മൾ എടുക്കുന്ന ഡ്രോപ്പ് എന്ന് പറയുന്നത് ലീക്കേജ് റിയാക്ടൻസ് കൊണ്ട് ഉണ്ടാകുന്ന ഡ്രോപ്പ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇതിൽ കിട്ടുന്ന വോൾട്ടേജ് റെഗുലേഷന്റെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും, ലെസ് ദാൻ ദി ആക്ച്വൽ വോൾട്ടേജ് റെഗുലേഷൻ. വോൾട്ടേജ് റെഗുലേഷന്റെ വാല്യൂ ആക്ച്വൽ വോൾട്ടേജ് റെഗുലേഷനേക്കാളും കുറവായിരിക്കും ഈ മെത്തേഡ് വഴി കിട്ടുന്ന വോൾട്ടേജ് റെഗുലേഷൻ. അതുകൊണ്ട് തന്നെ ഇതിനെ ഒപ്റ്റിമിസ്റ്റിക് മെത്തേഡ് എന്നാണ് പറയുക. ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സീറോ പവർ ഫാക്ടർ മെത്തേഡ് ആണ്. ഇതിലാണ് നമുക്ക് ലീസ്റ്റ് വോൾട്ടേജ് റെഗുലേഷൻ കിട്ടുക. ഇതിലാണ് ഓക്കെ, ഇതാണ് ബെസ്റ്റ് മെത്തേഡ്. ഇതിനാണ് നമ്മൾ പോട്ടിയ ട്രയാങ്കിളിന്റെ കാരോ വരച്ച് ആണ് നമ്മൾ ഈ ഒരു സീറോ പവർ ഫാക്ടർ മെത്തേഡിൽ വോൾട്ടേജ് റെഗുലേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ പോട്ടിയ ട്രയാങ്കിൾ യൂസ് ചെയ്യുന്നത് സീറോ പവർ ഫാക്ടർ മെത്തേഡിലാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ 3 ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഓർത്തിരിക്കുക. മെയിനായിട്ട് EMF മെത്തേഡാണ് വോൾട്ടേജ് റെഗുലേഷൻ കൂടുതൽ കിട്ടുക. MMF മെത്തേഡിലാണ് ഏറ്റവും മീൻസ് ലീസ്റ്റ് കിട്ടുക. സീറോ പവർ ഫാക്ടർ മെത്തേഡാണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള വോൾട്ടേജ് റെഗുലേഷൻ കാണിക്കുക. അതിലാണ് നമ്മൾ പോട്ടിയർ കാര നമ്മൾ വരയ്ക്കുക. അവസാനത്തെ പോയിന്റ് ആണ് സിങ്ക്രണസ് ജനറേറ്ററിന്റെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ ടേം. ഈ ടേം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫീൽഡ് കറന്റ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. അതായത് ഓപ്പൺ റേറ്റഡ് ആയിട്ടുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്ര ഫീൽഡ് കറന്റ് റിക്വയർഡ് ആണ് ടു ദി വാല്യൂ ഓഫ് ഫീൽഡ് കറന്റ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഷോർട്ട് സർക്യൂട്ട് കറന്റ്. അതായത് റേറ്റഡ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജും അതുപോലെ തന്നെ റേറ്റഡ് ഷോർട്ട് സർക്യൂട്ട് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എത്ര ഫീൽഡ് കറന്റ് വേണം, അതിന്റെ റേഷ്യോയാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി പെർ യൂണിറ്റ് വാല്യൂ ഓഫ് സിൻക്രണസ് റിയാക്ടൻസ്. സിൻക്രണസ് റിയാക്ടൻസിന്റെ പെർ യൂണിറ്റ് വാല്യൂവിനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ. ഈ റിലേഷൻഷിപ്പ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അതുപോലെ ഓർത്തിരിക്കേണ്ടത് ഹൈഡ്രോ ടർബൈൻസിന് SCRന്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. എന്നാൽ നേരെ മറിച്ച് ടർബോ ഓൾട്ടർനേറ്റേഴ്സിനൊക്കെ SCRന്റെ വാല്യൂ ലോ ആയിരിക്കും. ഇനി SCRന്റെ വാല്യൂ ഹൈ ആണെങ്കിൽ അത് നല്ല വോൾട്ടേജ് റെഗുലേഷൻ ആയിരിക്കും തരാം. ഓക്കെ, ലെസ് ആയിരിക്കുമ്പോൾ വോൾട്ടേജ് റെഗുലേഷൻ കുറവായിരിക്കും. വോൾട്ടേജ് റെഗുലേഷൻ കൂടുതലാണെങ്കിൽ അതിന്റെ സ്റ്റെബിലിറ്റി ഒക്കെ കൂടുതലായിരിക്കും. ഇതാണ് ഷോർട്ട് സർക്യൂട്ട് റേഷ്യോ. ഈ ഡെഫിനേഷൻ ഓർത്തിരിക്കുക, അതുപോലെ തന്നെ ഇക്വേഷൻ ഓർത്തിരിക്കാം. ഇതോടെ നമ്മുടെ സിൻക്രണസ് ജനറേറ്ററിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് സിലബസിൽ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം നല്ല രീതിയിൽ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സിൻക്രണസ് മോട്ടോർ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.